ഹായ് ഹലോ നമസ്കാരം. നമ്മളിന്ന് 1 മിനിറ്റ് കൊണ്ട് ഇൻഫ്ലേഷൻ പഠിക്കാൻ പോവുകയാണ്. സോ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പണപ്പെരുപ്പം, അതായത് പണത്തിൻ്റെ വാല്യൂ കുറയുക. പണത്തിൻ്റെ വാല്യൂ കുറഞ്ഞിട്ട് സാധനങ്ങളുടെ വാല്യൂ കൂടുക, അതായത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വാല്യൂ കൂടുക. ഓക്കെ, പ്രധാനമായും 5-6 തരത്തിലാണ് ഇൻഫ്ലേഷൻസ് ഉള്ളത്. അതിലൊന്നാണ് ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ. ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ സ്ലോ ആൻഡ് മൈൽഡ് ഇൻഫ്ലേഷൻ, വളരെ ചെറിയ അളവിൽ പണപ്പെരുപ്പം ഉണ്ടാകുന്നത്, അതായത് 2-3% മാത്രം കൂടുന്നത്, അത് കുഴപ്പമില്ലാത്ത ഇൻഫ്ലേഷനാണ്. അതാണ് ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ. അടുത്താണ് സ്റ്റാഗ്ഫ്ലേഷൻ. ഹൈ ഇൻഫ്ലേഷൻ കമ്പൈൻഡ് വിത്ത് ഹൈ അൺഎംപ്ലോയ്മെൻറ്റ് ഗ്രോത്ത് റേറ്റ് സ്ലോ ഡൗൺ, അതായത് ഇൻഫ്ലേഷനോടൊപ്പം തന്നെ പണപ്പെരുപ്പത്തോടൊപ്പം തന്നെ അൺഎംപ്ലോയ്മെൻറ്റും കൂടുന്ന അവസ്ഥയാണ് എന്ത്, സ്റ്റാഗ്ഫ്ലേഷൻ. അടുത്താണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ. എക്സ്പ്ലെയിൻ റൈസിംഗ് പ്രൈസസ് ഇൻക്രീസ്ഡ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ദാറ്റ് സർപ്പാസ് സപ്ലൈ, അതായത് സപ്ലൈക്ക് തികയാതെ വരിക. വെറും 100 സാധനങ്ങൾ മാത്രം ഇരിക്കെ 1000 കസ്റ്റമേഴ്സ് വരികയാണെങ്കിൽ സാധനങ്ങളുടെ വില കൂടില്ലേ, അങ്ങനെയുള്ള അവസ്ഥയാണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ, അതായത് ഡിമാൻഡ് കാരണം വില കൂടുന്ന ഇൻഫ്ലേഷൻ. ഓക്കെ, ഇതിനാണ് ഹൈപ്പർ ഇൻഫ്ലേഷൻ. വളരെ വേഗത്തിൽ ഇൻഫ്ലേഷൻ റാപ്പിഡ്ലി ആയിട്ട് കൂടുന്നതിനാണ് പറയുക, അതായത് 50% പെർ മന്ത് എന്ന റേറ്റിൽ ഇൻഫ്ലേഷൻ കൂടുന്നതിനാണ് ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് പറയുക. അടുത്താണ് ഗലോപ്പിംഗ് ഇൻഫ്ലേഷൻ. അതും ഒരു ജമ്പിങ് ഇൻഫ്ലേഷനാണ്.